എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസ് ഒതുക്കാമെന്ന വ്യാജേന 2 കോടി തട്ടാൻ ശ്രമിച്ച കേസിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത്ത് അറസ്റ്റിൽ. മുംബൈ സ്വദേശിയായ ഇയാളിൽ നിന്നാണ് ഇഡി കേസിന്റെ വിവരങ്ങൾ പിടിയിലായ പ്രതികൾക്ക് ലഭിച്ചത് എന്നാണ് വിലയിരുത്തൽ. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഏത് സാഹചര്യത്തിലാണ് ഇയാൾക്ക് ഇത്തരം വിവരങ്ങൾ ലഭിക്കുന്നത് എന്നതുകൂടി പ്രധാനമല്ലേ? രഞ്ജിത്തിന്റെ പങ്കെന്ത് എന്നതിന്റെ വിശദാംശങ്ങളുണ്ടോ? ഒപ്പം തന്നെ രഞ്ജിത്തിന് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത് എന്നതിന്റെ വിവരങ്ങളുണ്ടോ? അനുജ, വൻ ദുരൂഹതയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. വിജിലൻസ് ആ ദുരൂഹതയുടെ ചുരുളഴിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് 2 പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നത്. ഈ കേസിന്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്. കശുവണ്ടി വ്യവസായി, കൊല്ലം സ്വദേശിയായ കശുവണ്ടി വ്യവസായിക്ക് ഇഡിയിൽ ഒരു കേസുണ്ട്. ആ കേസിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണ്. അയാളെ ചോദ്യം ചെയ്യാനടക്കം വിളിച്ചു വരുത്തിയിരുന്നു. ഈ കേസിന്റെ വിശദാംശങ്ങളാണ് ഇന്നലെ പിടിയിലായ തമ്മന സ്വദേശിയായ വിൽസനും അതോടൊപ്പം രാജസ്ഥാൻ സ്വദേശിയായ മുരളിക്കും ലഭിക്കുന്നത്. ഇവരങ്ങനെ ഈ കൊല്ലം സ്വദേശിയായ കശുവണ്ടി വ്യവസായിയെ സമീപിക്കുന്നു. കേസ് ഒതുക്കി തീർക്കാൻ 2 കോടി രൂപ നൽകിയാൽ കേസ് ഒതുക്കി തീർക്കാൻ നമുക്ക് അതിനു വേണ്ട ആളുകളുണ്ട് എന്ന് ഇയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ 50,000 രൂപ അഡ്വാൻസ് ആയും പിന്നീട് 4 തവണകൾ 50 ലക്ഷം വീതം 2 കോടി രൂപ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇത് തട്ടിപ്പാണ് എന്ന് മനസ്സിലായ ഈ വ്യവസായി വിജിലൻസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെ വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരമാണ് 2 ദിവസം മുമ്പ് പനമ്പള്ളി നഗറിൽ 2 ലക്ഷം രൂപ ഈ തട്ടിപ്പുകാർക്ക് നൽകാമെന്ന വ്യാജേന വിളിച്ചു വരുത്തിയത്. ആ പണം നൽകുന്നതിനിടെയാണ് ഇയാളെ പിടികൂടിയത്. അപ്പോഴും ഇന്നലെ നമ്മൾ വിജിലൻസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം, എങ്ങനെയാണ് ഈ ഇഡി കേസ് പോലുള്ള ഒരു സീക്രട്ട് കാര്യം അത് ഇത്തരത്തിൽ ഒരു ലോക്കലായി നിൽക്കുന്ന ഈ തമ്മന സ്വദേശി വിൽസൺ, അയാൾ ഈ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അയാൾക്ക് ഈ കൊല്ലത്ത് താമസിക്കുന്ന കശുവണ്ടി വ്യവസായിയുടെ വിവരങ്ങൾ, ഇഡി കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എങ്ങനെ ലഭിച്ചു എന്നൊരു ദുരൂഹതയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിലൊരു ദുരൂഹതയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇഡിയോടക്കം തേടേണ്ടി വരും. ഈ കേസിന്റെ വിവരങ്ങൾ കൈമാറിയ ശേഷമായിരിക്കും ഇഡിയിൽ നിന്ന് അത്തരം വിവരങ്ങൾ സമാഹരിക്കുക. ഇവരാരെങ്കിലും ഇഡി ഉദ്യോഗസ്ഥർക്ക് പരിചയമുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുമെന്നാണ് ഇന്നലെ വിജിലൻസ് SP പറഞ്ഞത്. പക്ഷേ നിലവിൽ വിജിലൻസ് പറയുന്നതനുസരിച്ച് ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റായ രഞ്ജിത്തിൽ നിന്നാണ് ഈ പ്രതികൾക്ക് ഈ വിവരം ലഭിച്ചതെന്നാണ്. ഒരു പക്ഷേ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റായ രഞ്ജിത്തും ഈ കശുവണ്ടി വ്യവസായം തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ, അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം വിജിലൻസ് പരിശോധിച്ചു വരികയാണ്. ഈ രഞ്ജിത്തിനെ അല്പസമയത്തിനകം തന്നെ കൊച്ചിയിലെ വിജിലൻസ് ഓഫീസിലേക്ക് എത്തിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ദുരൂഹത ഇപ്പോഴും മാറുന്നില്ല. പല തട്ടുകളിലായി നിൽക്കുന്ന ഒരു തട്ടിപ്പെന്നാണ് മനസ്സിലാകുന്നത്. ഇന്നലെ പിടിയിലായ വിൽസനെയും അതോടൊപ്പം മുരളിയെയും ചോദ്യം ചെയ്തപ്പോൾ ഈ 2 ലക്ഷം രൂപ നിങ്ങൾ ആരുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് കേരളത്തിന് പുറത്തുള്ള ഒരു കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഈ പണം ട്രാൻസ്ഫർ ചെയ്യപ്പെടും, പിന്നീട് ആ തുക എങ്ങോട്ട് പോകുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു കമ്മീഷൻ ലഭിക്കും എന്നൊരു മറുപടിയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചത്. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഈ തട്ടിപ്പിന് പിന്നിൽ വലിയൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. ഒരുപക്ഷേ ഇത്തരം അറ്റംപ്റ്റുകൾ മുൻപ് നടത്തിയിട്ടുള്ളതായി വിജിലൻസിന് സംശയമുണ്ട്. കാരണം ഇത്തരം വലിയ കേസുകളൊക്കെ സെറ്റിൽ ചെയ്ത് നൽകാമെന്ന് പറഞ്ഞ ആളുകളെ സമീപിക്കുകയും അവരുടെ പണം തട്ടിയെടുക്കുകയും ചെയ്യുന്നത്. പക്ഷേ പണം പോയ ആളുകളൊന്നും ഇതുവരെ അത്തരത്തിലൊരു പരാതിയുമായി എത്തിയിട്ടില്ല. പരാതിയുമായി എത്തിയത് ഈ കൊല്ലം സ്വദേശിയായ കശുവണ്ടി വ്യവസായിയാണ്. ആ വ്യവസായിയുടെ പരാതിയിലാണ് 2 പേരെ അറസ്റ്റ് ചെയ്ത് 3 പേരുടെ അറസ്റ്റിലേക്ക് പോയത്. ഒരുപക്ഷെ തുടർ അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ട്. ഈ കേസ് കുറച്ചുകൂടി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് വിജിലൻസിന്റെ തീരുമാനം. ഇഡിയോടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ സ്വീകരിക്കും. ഇഡി കേസിന്റെ മറവിൽ നടന്ന തട്ടിപ്പ്, അതിലാണ് വലിയ ദുരൂഹതയുള്ളത്. വിശദമായ അന്വേഷണത്തിനാണ് വിജിലൻസ് ഒരുങ്ങുന്നത്.